ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 13 വാക്യമാണ്. തലപൊക്കി നോക്കുക. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം തലപൊക്കി നോക്കി. ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് നോക്കിയത്. ഏതോ കുറ്റിക്കാടുകൾ ചലിക്കുന്നു, കുറ്റിക്കാടുകൾ ഇളകി ശബ്ദം കേൾപ്പിക്കുന്നു. നോക്കിയപ്പോൾ ഒരാട്ടുകൊറ്റൻ, അവിടെ ആട്ടുകൊറ്റൻ്റെ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് അങ്ങ് കിടക്കുകയാണ്. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു. ഇസ്ഹാക്കിനെ അർപ്പിക്കാൻ തയ്യാറാക്കിയ യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ ഈ ആട്ടുകൊറ്റനെ കെട്ടി എന്നെ കൊന്നു യാഗം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുതൽ ലാസ്റ്റ് അവസാന നിമിഷമായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയുന്നില്ല. അബ്രഹാം അറിയുന്നില്ല. മകനെ കൊല്ലാൻ തയ്യാറായി കഴിഞ്ഞു. കൊല്ലും, ഉറപ്പാണ്. കാരണം ദൈവം പറഞ്ഞതാണ്. ദൈവം പറഞ്ഞ് വിശ്വസിച്ചു. നിൻ്റെ മകനെ, നിൻ്റെ ഏകയാതനായ ഇസ്ഹാക്കിനെ തന്നെ നീ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയിൽ അവനെ യാഗം കഴിക്കുക. അബ്രഹാം പുറപ്പെട്ടു, സംശയിച്ചില്ല. സഹോദരങ്ങളെ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ മടിക്കേണ്ട. അതിൻ്റെ ഭവിഷ്യത്ത് എന്തായെന്ന് ഓർക്കണ്ട. കർത്താവിന് സ്തോത്രം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ പറയുകയാണോ? മോളെ, നീ മടിക്കണ്ട. അതിൻ്റെ പരിണതഫലം എന്താണെന്ന് നീ ചിന്തിക്കണ്ട. പുറപ്പെട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആക്ഷേപങ്ങൾ ഒന്നു വരും. നിങ്ങളെ പലരും കളിയാക്കിയെന്ന് വരും. നിങ്ങൾ ഒറ്റപ്പെടുത്തിയെന്ന് വരും. നിങ്ങൾക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടും ഉണ്ടായിന്ന് വരും. ഒട്ടും പേടിക്കേണ്ട. കർത്താവിന് സ്തോത്രം. ജീവനുള്ള ദൈവമാണ് നിങ്ങളെ പുറപ്പെടുവിച്ചതെങ്കിൽ നിങ്ങളെ നടത്താനും ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ താല്പര്യം വരുന്നുണ്ട്. ഈ തലമുറയിൽ യേശുക്രിസ്തുവിന് സാക്ഷിയായി നിൽക്കാൻ താല്പര്യം തോന്നുന്നുണ്ട്. കർത്താവേ, എൻ്റെ ആയുസ്സിൽ എനിക്ക് നീ തരുന്ന ആയുഷ്കാലം മുഴുവൻ യേശുക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, 1973 ഇവിടെ വലിയ ഉണർവുണ്ടായത്. കർത്താവിന് സ്തോത്രം. അനുഗ്രഹീതനായ ഒരു പരിശുദ്ധനായ ദൈവപുരുഷനോട് കടന്നു വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പപ്പ എന്നാണ് വിളിക്കാറുള്ളത്, അപ്പൻ എന്നുള്ള അർത്ഥത്തിൽ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം ഇവിടെ വന്ന് കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമായ സ്തുതി മുഴക്കി. സ്തുതി ശബ്ദം. ആ സ്തുതിയിൽ കൂടി പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ പ്രദേശം മുഴുവൻ ആളുകളോട് നിറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു. ഈ പ്രദേശം മുഴുവൻ ആളുകളോട് നിറഞ്ഞിരിക്കുന്നു. പറഞ്ഞതെങ്ങനെയാണ്? മുഴുവൻ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ നിറഞ്ഞു നിൽക്കുന്നു. ഒട്ടേറെ ആളുകൾ, എണ്ണിയാൽ തീരാത്തവർ പുരുഷാരം നിൽക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, അടുത്ത പറമ്പിലെല്ലാം ഇങ്ങനെ പുരുഷാരം നിൽക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അതൊന്നും മനസ്സിലായില്ല. അന്ന് ഞങ്ങളതാകെ 22 പേരെ പറ്റേ ഉള്ളൂ. സുവിശേഷം ദൈവത്തിൻ്റെ വേലയിൽ നിൽക്കുന്നവർ. അത്രയും പേര് ഞങ്ങൾ ആത്മീയമായ കൂട്ടായ്മയിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, എണ്ണിയാൽ കൂടാത്ത പുരുഷാരം പോലെ വലിയൊരു കൂട്ടം ഞാൻ ഇവിടെ വന്ന് കൂടുമെന്ന്, മാലാഖമാരെ കൊണ്ട് പ്രദേശം നിറഞ്ഞിരിക്കുന്നെന്ന്. അതൊന്നും മനസ്സിലായില്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം അന്ന് ഞങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞു, നിങ്ങളെ തന്നെ സമർപ്പിക്കുവിനെന്ന്. ഞാൻ സമർപ്പിച്ചു. കർത്താവ് പറഞ്ഞു, ആ ദൈവപുരുഷനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, സ്വയം കൂടി സമർപ്പിക്കുക, ഈഗോ കൂടി സമർപ്പിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വയം കൂടി ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും അതങ്ങനെ പറഞ്ഞു. ഓരോരുത്തരും അങ്ങ് സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് തീ പോലെ ഞങ്ങളുടെ മേൽ ഇറങ്ങി. ഞങ്ങൾക്ക് ആത്മാവിൽ ജീവൻ കിട്ടി, ആത്മാവിൽ അനുഭവം കിട്ടി. കർത്താവ് ആ തീയായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്നു. തീ ഞങ്ങളുടെ ശരീരങ്ങളിലൂടെ പാഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തീജ്വാല ഞങ്ങളുടെ സ്ഥിരാകേന്ദ്രങ്ങളിലെല്ലാം തിങ്ങി നിറഞ്ഞു. തീജ്വാല ഞങ്ങളുടെ ശരീരകോശങ്ങളിൽ നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തൊരു അനുഭവമായിരുന്നു അന്ന്. ആ അനുഗ്രഹീതമായ അനുഭവത്തിൽ അന്ന് ഞാൻ എല്ലാം മറന്നു. പിന്നീട് ഏതാനും നാളുകൾ കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു, ഞാൻ കോളേജിലെ ജോലി ഉപേക്ഷിച്ച കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാമെന്ന്. കോളേജ് ജോലി റിസൈൻ ചെയ്തിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാമെന്ന്. നിങ്ങൾക്കെല്ലാം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പപ്പയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം തോന്നുന്നുണ്ട്, ഞാൻ ജോലി ഉപേക്ഷിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാമെന്ന്. മുഴുവൻ സമയം ദൈവത്തിന് വേല. പപ്പ പറഞ്ഞു, ഇപ്പോൾ യോഹന്നാൻ സാറിന് അതിന് സമയമായിട്ടില്ല. അതിന് സമയമാകുമ്പോൾ കർത്താവ് അതിന് വഴികൾ തെളിച്ചു തരും. ഇപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പപ്പ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ ജോലി രാജിവെക്കാഞ്ഞത്. നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കർത്താവിന് സ്തോത്രം. കോളേജിൽ, തൊട്ടടുത്തുള്ള കോളേജിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അതെല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. പക്ഷേ എനിക്ക് ഒരു കോഴ്സിലുണ്ടായിരുന്നില്ല, ഉറപ്പായിരുന്നു. അന്നൊരു വാക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കോളേജ് ജോലി രാജിവെച്ചേനെ.
ദൈവത്തിന് സ്തോത്രം. ഇന്നതെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. എല്ലാം തൊട്ട് നടത്തി, വിശദാംശങ്ങളിൽ കർത്താവിന് നടത്തി, വിശദാംശങ്ങളിൽ ഓരോ ചുവടുവയ്പ്പിൽ എന്നെ നടത്തി. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഞാൻ സമാധാനത്തോടെ നിൽക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു, സമാധാനത്തോടെ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു, സമാധാനത്തോടെ നിങ്ങൾ വരുന്ന ഞാൻ സ്വാഗതം ചെയ്യുന്നു, സമാധാനത്തോടെ നിങ്ങളെല്ലാവരെയും ആനന്ദത്തോടെ ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ പകർന്നു, പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഞാനല്ലാതായി മാറി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പൂർവികന്മാരിൽ നിന്നതായ എല്ലാ ശാപങ്ങളും എല്ലാ ദോഷങ്ങളും എല്ലാം കർത്താവ് കത്തിച്ചു കളഞ്ഞു. തീ കത്തുമ്പോഴെല്ലാം കത്തിപ്പോകുന്നത് പോലെ ശരീരങ്ങളിലൂടെ തീ കത്തിയപ്പോൾ, രക്തധമനികളിൽ കൂടെ തീ കത്തിയപ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് തീ രക്തധമനികളിൽ കൂടെ ഒഴുകിയപ്പോൾ എല്ലാ ശാപങ്ങളും കത്തിപ്പോയി, എല്ലാ ബാധകളും നീങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. വർണ്ണിക്കാൻ നേരമില്ലല്ലോ, പക്ഷെ ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലെ ബാധകൾ മാറണമെങ്കിൽ, തീരാ ബാധകൾ, ഒഴിയാ ബാധകൾ അത് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. ക്രിസ്തുവിനായി നിങ്ങൾ തന്നെ സമർപ്പിച്ചു കൊടുക്കൂ. എല്ലാം ആ തിരക്തത്താൽ കഴുകിത്തരും. എല്ലാം സ്വർഗീയ അഗ്നിയാൽ എല്ലാം ശുദ്ധീകരിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഏൽപ്പിച്ച് കൊടുത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, വിട്ടുകൊടുത്തു നോക്കൂ. എല്ലാ ശാപങ്ങളും മാറും. ശാപഗ്രസ്തമായ അനേകം കുടുംബങ്ങൾ, ശാപഗ്രസ്തമായ അനേകം വ്യക്തികൾ, ശപിക്കപ്പെട്ടവരായ ജനങ്ങൾ. എന്താണ് ശാപം? ആഭിചാര പ്രയോഗങ്ങൾ, മന്ത്രവാദങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, അനേകം ദുരാചാരങ്ങൾ, അബദ്ധവിശ്വാസങ്ങൾ, ഇതിങ്ങനെ എന്തെല്ലാമാണ് ശാപവസ്തുവായിട്ടുള്ളത്. അത് മാത്രമല്ല, നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഒരു കരയേറ്റം കിട്ടുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മനസ്സ് മടുത്തു പോകുന്നു, ആഗ്രഹിക്കുന്നതൊന്നും സാധിക്കുന്നില്ല, ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾപ്പെട്ട് നിങ്ങൾ അഴലുന്നു. ഇത് ശാപത്തിൻ്റെ ഫലമാണ്. പൂർവികന്മാരുടെ കാലം മുതലായ ചില ശാപങ്ങൾ നിങ്ങളുടെ തലമേലും നിൽക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളുടെ ശരീരത്തിൽ കൂടി ഒഴുകുമ്പോൾ ആ ശാപങ്ങളെല്ലാം കത്തിപ്പോകും. ഇനി നിങ്ങളുടെ മക്കളിലേക്ക് അത് പകരികയില്ല. അനേകം വർഷങ്ങളായി നിങ്ങളിലേക്ക് പകർന്നു വന്ന പൂർവികന്മാരിൽ നിന്ന് പകർന്നു വന്നതായ ആ ശാപങ്ങൾ ഇപ്പോൾ ഈ തീ നിങ്ങളെ തൊടുമ്പോൾ ആ തീയിൽ ശാപങ്ങൾ കത്തിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. കർത്താവിന് സ്തോത്രം. ശാപഗ്രസ്തമായ ഭവനമായിരുന്നത്, 5 മരണം നടന്ന ഭവനമായിരുന്നത്. 5 മരണം. ദൈവത്തിന് സ്തോത്രം. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ 5 മരണം നടന്ന ഈ ഭവനത്തിൽ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിന് എന്നോട് മനസ്സിൽ തോന്നി. ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതല്ല, ഞാൻ ദൈവത്തെ അപേക്ഷിച്ച് വിളിച്ചതല്ല. പതിവുകളുടെ പ്രാർത്ഥനയും പതിവുകളുടെ നമസ്കാരങ്ങളെല്ലാം ഉണ്ട്. പള്ളിയും കുർബാനയും ഉണ്ട്. മാറനായ പെരുന്നാളുണ്ട്. ബുധൻ വെള്ളി ദിവസങ്ങളിൽ നോമ്പുണ്ട്. അതിൽ കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് ഞാൻ ധരിച്ചിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അന്ന് എൻ്റെ രക്തത്തിൽ ശാപം ഉണ്ടായിരുന്നു. പൂർവികന്മാരിൽ നിന്ന് വന്നതായ ശാപം, എൻ്റെ സ്വഭാവത്തിലുള്ളതായ പാവങ്ങൾ മൂലം വന്ന ശാപം, ചീത്ത ചിന്തകൾ, ആരോടെല്ലാമുള്ള ചില വൈരാഗ്യങ്ങൾ, ചില ഇഷ്ടക്കേടുകൾ, മുഷ്ടിലുകൾ, ഇതെല്ലാം ശാപമായി എൻ്റെ രക്തത്തിൽ കിടക്കുകയായിരുന്നു. ആ ശാപഗ്രസ്തമായ രക്തത്തിൽ കൂടെ ഇതാ തീ ഒഴുകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ തീ ഒഴുകിയപ്പോൾ ഈ ശാപങ്ങളെല്ലാം കത്തിപ്പോകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എല്ലാം കത്തിച്ച് ദൈവത്തിന് സ്തോത്രം. അനേക അനുഭവങ്ങൾ പറയാനുണ്ടല്ലോ. എല്ലാം കത്തിച്ച് കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ദൈവം എനിക്ക് ശാപമോചനം തന്നു. ദൈവത്തിന് സ്തോത്രം. പാവമോചനം തന്നു, പാവക്ഷമ തന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒറ്റയ്ക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കൊരാഗ്രഹം. ദൈവത്തിൻ്റെ നാമം, വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒറ്റയ്ക്കൊരാഗ്രഹം. അതെന്താണ്? കർത്താവേ, എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് നീ എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന വേല മുഴുവൻ തയ്ക്കണം. നീ എന്നെ ഒരു വിശുദ്ധനാക്കാൻ നീ ആഗ്രഹിച്ചു. അത് വിശുദ്ധിയെ എനിക്ക് തയ്ക്കണം. കർത്താവേ, നീ എനിക്ക് തന്ന നന്മകളോർത്ത് നിന്നെ സ്തുതിക്കാൻ എനിക്ക് കർത്താവേ സ്തുതി തരണം. അങ്ങനെ സ്തുതിയെ തയ്ക്കണം, വിശുദ്ധിയെ തയ്ക്കണം, വേല തയ്ക്കണം, സ്തുതിയെ തയ്ക്കണം. മതി, വേണ്ട, ഇനി വേറൊന്നും വേണ്ട കർത്താവേ, മതി, ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട എനിക്ക്. ദൈവത്തിന് സ്തോത്രം. ഇന്നതാണ് പ്രാർത്ഥനാ വിഷയം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു നോക്ക്. കാണാം നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നത്, സമാധാനങ്ങൾ ലഭിക്കുന്നത്, നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്നത്, പൈശാചികൻ്റെ എല്ലാ തന്ത്രങ്ങളും മാറിപ്പോകുന്നത്, ദുഷ്ടപിശാച് നിങ്ങളുടെ ജീവിതത്തിൽ കെണിവെച്ചിരിക്കുന്ന കെണികളെല്ലാം പൊട്ടിപ്പോകുന്നത് എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ കണ്ടു. ഒരാട്ടുകൊറ്റനോട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ, പ്രൊവിഷൻ. 1 പ്രോമിസ്, 2 ഡെഡിക്കേഷൻ, 3 പ്രൊവിഷൻ. ദൈവത്തിൻ്റെ കരുതൽ. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം 1-ാം വാക്യം. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഏശാവിനെ ഭയന്നാണ് 20 കൊല്ലം മുമ്പ് യാക്കോബ് ഓടിപ്പോയത്. സ്വന്തം സഹോദരനെ പേടിച്ചാണ് ഓടിപ്പോയത്. സഹോദരൻ കൊല്ലുമെന്ന് അവൻ നിരൂപിച്ചിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു, റബേക്ക പറഞ്ഞു. പാവം യാക്കോബ് പേടിച്ചു പോയി. അമ്മ യാക്കോബിന് തുരുത്തിയ വെള്ളവും ഏതാനും അപ്പം
അതും കൊടുത്തു വിട്ടു. മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയാണ്. 600 നാഴി യാത്ര ചെയ്യണം. എത്ര ദിവസം കൊണ്ടാണ് നടന്നു തീരുക? നടന്നു പോകണം മരുഭൂമിയിൽ കൂടി. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കൂടി നടന്നു പോകുന്ന യാത്ര. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആ യാത്ര അത് ചെന്ന് ലാബാൻ്റെ ഭവനത്തിലെത്തി, അമ്മാവൻ്റെ ഭവനത്തിലെത്തി. കൊല്ലങ്ങൾ ഇപ്പോൾ 20 കഴിഞ്ഞു. അമ്മാവൻ്റെ ഭവനത്തിൽ വെച്ച് ഭാര്യമാരെ കിട്ടി, റാഹേലിനെയും ലേയെയും കിട്ടി, ആടുമാടുകൾ കിട്ടി, ദാസദാസന്മാരെ കിട്ടി, ആടുമാടുകൾ എല്ലാം കിട്ടി. എല്ലാമായിട്ട് യാക്കോബ് തിരികെ പോവുകയാണ്. അപ്പൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. യാക്കോബ് അറിഞ്ഞില്ല അപ്പോഴേക്കും അമ്മ മരിച്ചു പോയിരുന്നെന്ന്. റബേക്ക മരിച്ചു പോയിരുന്നു. അന്ന് വെളുപ്പാൻ കാലത്ത് മോൻ്റെ കയ്യിൽ അപ്പവും ഈ ഒരു തിരുത്തി വെള്ളവും കൊടുത്ത് വിട്ട ആ അമ്മ ഇപ്പോൾ ജീവനോടിരിപ്പില്ല എന്ന് യാക്കോബിന് അറിയാൻ പാടില്ലായിരുന്നു. യാക്കോബ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അറിയുന്നത് 400 ആളുമായി ഏശാവ് വരുന്നതെന്ന്. ഏശാവ് 400 ആളുമായി വരുന്നു. എന്തു ചെയ്യും? വലിയൊരു ഭീതിയായിപ്പോയി. കൊല്ലും. ഏശാവ് അന്ന് കൊല്ലം തീരുമാനിച്ച കാര്യം അറിയാമല്ലോ. ഏശാവിന് ഭയന്നാണല്ലോ ഈ ദൂരയാത്രയ്ക്ക് ഓടിപ്പോയത്. ഇനി ഏശാവ് വന്നാൽ എന്നെ കൊല്ലുമല്ലോ, പേടി. ഭയന്നുപോയി. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഓരോന്ന് ചിന്തിച്ച് പല തന്ത്രങ്ങളും മെനഞ്ഞു, ഉള്ളിൽ പല കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ചു, പ്ലാൻ തയ്യാറാക്കി. യാക്കോബ് ഏശാവിനെ നേരിടാൻ കൽപ്പില്ല, എന്നെ കൊല്ലുമെന്ന് ഉറപ്പായി. എൻ്റെ ഭാര്യമാരെ കൊല്ലും, എന്നെ കൊല്ലും, എൻ്റെ മക്കളെ കൊല്ലും, ആടുമാടുകളെ കൊല്ലും, വേലക്കാരെ പിടിച്ചുകൊണ്ട് പോകും. യാക്കോബിന് കാര്യം വ്യക്തമായി. 400 ആളുമായി വരുന്നു. ഒരു സൈന്യ സന്നാഹത്തോടെയാണ് വരുന്നത്. യാക്കോബ് ചെയ്തെന്താണ് നോക്കുകയാണ്. അടുത്ത വാക്യം. തൻ്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു ചെന്നു. 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സഹോദരൻ്റെ അടുക്കലേക്ക് ചെന്നു. എളിമപ്പെട്ടുകൊണ്ട്, വിനയപ്പെട്ടുകൊണ്ട്. കൊല്ലുമെന്ന് വിചാരിച്ചാണ് പാവം യാക്കോബ് ഭയന്ന പോകുന്നത്. സഹോദരനെ കൊല്ലും, 400 ആൾ സൈന്യസന്നാഹം, എന്നെ തകർത്ത് കളയും, എൻ്റെ ഭാര്യമാരെയും കൊല്ലും, എൻ്റെ മക്കളെയും കൊല്ലും, തീർന്നു എൻ്റെ ഭാവി. 7 പ്രാവശ്യം നമസ്കരിച്ചുകൊണ്ട്, സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് യാക്കോബ് ജ്യേഷ്ഠനായ ഏശാവിൻ്റെ അരികിലേക്ക് ചെന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവം എല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ, എല്ലാം അറിയുന്നുണ്ടായിരുന്നല്ലോ. പാരിൽ പരദേശിയായ യാക്കോബിൻ്റെ കാര്യം പറഞ്ഞ ദൈവം യാക്കോബിനെ രക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ഭാഗ്യം. യാക്കോബ് ചെന്നപ്പോൾ, ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് ചെന്നപ്പോൾ ഏശാവ് ഓടി വന്നവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആരോടെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ ആരോട് പറഞ്ഞ് നിരപ്പാകാൻ നിങ്ങൾ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകണം. കർത്താവേ, നീ എൻ്റെ കൂടെ പോരണമേ. ഞാനൊരു വാക്ക് മാപ്പ് ചോദിക്കാൻ പോവുകയാണ്, ഞാൻ ക്ഷമ ചോദിക്കാൻ പോവുകയാണ്, ഞാൻ മോഷ്ടിച്ച വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. നീ എന്നോട് കൂടെ ഇരിക്കണമേ, നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ വിട്ട് പോകരുതേ. കർത്താവേ, ആ സമയത്ത് ഞാൻ ക്ഷമ ചോദിക്കുമ്പോൾ, ഞാൻ മാപ്പ് ചോദിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ, എൻ്റെ കർത്താവേ, ശത്രു എന്നെ ഉപദ്രവിക്കേണ്ടവരാതെ നീ എന്നെ കാത്തുകൊള്ളണേ. പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവം മനോഹരമായി നിർത്തി. പ്രിയപ്പെട്ടവരെ, ഒരു കൺസിലിയേഷൻ, ഒരു അനുരഞ്ജനം നടന്നു. അവിടെ ഐക്യം നടന്നു. ജ്യേഷ്ഠനുജനും കൂടി ഐക്യമായി. 20 കൊല്ലം മുമ്പ് കൊല്ലുമെന്ന് പേടിച്ച് ഓടിപ്പോയ യാക്കോബ് ഇപ്പോൾ സഹോദരനെ സ്നേഹത്തോടെ കിട്ടി. ഏശാവ് യാക്കോബിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അനുരഞ്ജനം വന്നു. ആരോടെങ്കിലും ഇന്ന് അകൽച്ച ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിക്കൊള്ളുക. നാളേക്ക് മാറ്റി വയ്ക്കരുത്. എല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കൊള്ളുക. ചെന്ന് മാപ്പ് ചോദിക്കേണ്ടതാണോ? മാപ്പ് ചോദിക്കണം. ഒരാളോട് നിങ്ങൾ നേരിട്ട് വൈരാഗ്യത്തോട് സംസാരിച്ചെങ്കിൽ അത് മാപ്പ് ചോദിക്കണം. ആളുടെ അടുക്കൽ ചെന്ന് മാപ്പ് ചോദിക്കണം. ഒരാളുടെ അടുക്കൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്തതാണെങ്കിൽ അത് ചെന്ന് കൊടുത്ത് മാപ്പ് ചോദിക്കണം. അല്ലെങ്കിൽ അത് തുല്യമായി തുക കൊടുത്ത് മാപ്പ് ചോദിക്കണം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കൂടി പോയ ഒരു ചിന്തയാണ് ഒരാളെക്കുറിച്ച് ഇഷ്ടക്കുറവുണ്ടായത്, അത് ആരോട് മാപ്പ് ചോദിക്കാൻ പോകണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതി. ഉള്ളിൽ കൂടി പോയ ചിന്ത, ഒരാളോട് ഇഷ്ടക്കുറവുള്ളത്, അത് ഉള്ളിലുണ്ട്, അത് മനുഷ്യരോട് പറയണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ അനുരഞ്ജനപ്പെട്ടുകൊള്ളുക.
കൺസിലിയേഷൻ, അനുരഞ്ജനപ്പെട്ടുകൊള്ളുക. തലപൊക്കി നോക്കിയപ്പോൾ 1 പ്രോമിസ്, വാഗ്ദത്വം, 2 ഡെഡിക്കേഷൻ, സമർപ്പണം, 3 പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കരുതൽ, 4 അനുരഞ്ജനം, കൺസിലിയേഷൻ, ദൈവത്തിന് സ്തോത്രം. അതിവേഗം നിരപ്പായിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അമ്മായിയമ്മയോട് നീരസമായി പെരുമാറിയെങ്കിൽ, അമ്മായിയമ്മയെ വേദനപ്പെടുത്തിയെങ്കിൽ അമ്മയുടെ അടുക്കൽ ചെന്ന് മാപ്പ് ചോദിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ തുറന്നു പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ അമ്മ അല്പം കോപിക്കുന്ന ആളായിരുന്നു. പുള്ളിയിൽ ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, കോപം. അപ്പൻ നേരത്തെ മരിച്ചു, 30-ാമത്തെ വയസ്സിൽ അമ്മ വിധവയായതുകൊണ്ട് അതിൻ്റെ വേദനയും നിരാശയും എല്ലാം ബാധിച്ച് ഇവിടുത്തെ കുടുംബത്തിലെ ബന്ധപ്പാടുകളും, അന്ന് ഞങ്ങൾ കൃഷിയുള്ള കാലമാണ്, കൃഷി കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ എല്ലാം നടത്തി മനസ്സ് മരവിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ച് ആലീസ് വന്നപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യം, അത് ആലീസിനോടുള്ള ദേഷ്യമാണെന്ന് ആലീസിന് തോന്നിപ്പോയി. അങ്ങനെയല്ലായിരുന്നു വാസ്തവത്തിൽ. അമ്മയുടെ സ്വഭാവത്തിലുള്ള ദേഷ്യമായിരുന്നു. തമ്മിൽ അകൽച്ചയായി, ഉള്ളം കൊണ്ട് അകന്നു. പക്ഷേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞാണ് ആലീസ് അമ്മയുടെ കാല് പിടിച്ച് മാപ്പി ചോദിച്ചത്. ആലീസിനെ ഏതെങ്കിലും തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അമ്മയോട് തിക്കാരമായി ഒന്നും പറഞ്ഞിട്ടില്ല, തിക്കാരമായി ഒന്നും ചെയ്തിട്ടില്ല, വിനയപ്പെട്ട് നിന്നിട്ടേ ഉള്ളൂ. എങ്കിലും അമ്മയുടെ ഉള്ളിൽ നല്ല കലശലായ ഇഷ്ടക്കുറവുണ്ടായിരുന്നു. മാപ്പി ചോദിച്ചു, നിരപ്പായി. സ്തോത്രം. കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണങ്ങിയിരിക്കുന്ന ആരെങ്കിലും യുവാക്കളെ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും വിവാഹമോചനമായാലോ എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വിവാഹമോചനമായാലോ എന്ന് ചിന്തിക്കുന്നവർ ഒരിക്കലും ചിന്തിക്കരുത്. അത് അപകടമാണ്. സ്നേഹമാകുക. എനിക്ക് തെറ്റില്ല, മറ്റേ ആൾക്കാണ് തെറ്റെന്ന് ചിന്തിക്കരുത്. എൻ്റെ തെറ്റാണ് ഞാൻ പറയേണ്ടത്, ഞാൻ ചിന്തിക്കേണ്ടതാണ് എൻ്റെ തെറ്റ്. ഭാര്യയുടെ തെറ്റ് ഭർത്താവ് ചിന്തിക്കേണ്ട, ഭർത്താവ് സ്വന്തം തെറ്റ് ചിന്തിക്കുക. ഭർത്താവിൻ്റെ തെറ്റ് ഭാര്യ ചിന്തിക്കേണ്ട, ഭാര്യ സ്വന്തം തെറ്റ് ചിന്തിക്കുക. ഒരു ന്യായീകരണം പറയരുത്, ഒരു ന്യായീകരണം പാടില്ല. ചെന്ന് ഇണങ്ങിക്കൊള്ളുക, ഒട്ടും വൈകരുത്. ദൈവത്തിന് സ്തോത്രം. ഒട്ടും വൈകരുത്. കോഴിക്കോടടുത്ത് താമരശ്ശേരിയിലെ ഒരു പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്ന് ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ 2 സ്ത്രീകൾ വരാന്തിയിൽ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്ത്രീകളിൽ ഒന്ന് ചെറുപ്പക്കാരിയാണ്, മറ്റൊന്നാളുടെ അമ്മയാണ്. അമ്മ കണ്ണീരോടെ പറഞ്ഞു, ഇവൾ ഭർത്താവിൻ്റെ കൂടെയല്ല, ഇവൾ വീട്ടിലേക്ക് പോന്നിരിക്കുകയാണ്. അയ്യോ, എന്തു പറ്റി? വലിയ വഴക്കൊന്നുമല്ല, ഒരു ചെറിയൊരു വാശി. അവൾ പെട്ടെന്ന് വാശി പിടിച്ച് അവൾ വീട്ടിലേക്ക് പോന്നു. അദ്ദേഹം വന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് അവൾ വിചാരിച്ചു. അദ്ദേഹം വന്നില്ല. പിന്നെ എങ്ങനെയാണ് ചുമ്മാ കയറി ചെല്ലുന്നത്? വഴക്കൊടിച്ച് പോകുന്നതല്ലേ. അതുകൊണ്ട് ആ ഒരു വാശിയിൽ കുറേ നാൾ കഴിഞ്ഞു. അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. അവർ 2 പേരും 2 ഇടത്തായി. ആ ബന്ധം ഇനി മുമ്പോട്ട് പോവുകയില്ല. ആ പാവം സ്ത്രീ എങ്ങലടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ വാശി പിടിക്കണ്ട, ലജ്ജിക്കേണ്ട, ചെല്ല്, വിനയത്തോടെ ചെല്ല്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ല്, അങ്ങോട്ട് ചെന്ന് മാപ്പി ചോദിക്കുക. ചെന്ന് എന്തെല്ലാം ന്യായീകരണങ്ങൾ അത് നിനക്ക് തോന്നിയാലോ അതെല്ലാം വിട്ടുകളയുക. ചെന്ന് സ്വന്തം ഭർത്താവിനോട് മാപ്പി ചോദിക്കുക. എനിക്ക് പെട്ടെന്നുള്ള ഒരു കോപം കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര കേസസ് എൻ്റെ ദൈവമേ, എത്രയോ പേര് ഇതുപോലെ അകന്നുപോയവർ, അടുക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുള്ള ഒരാൾ, വേറെ ഇവിടെ കൂട്ടായ്മയിൽ നിന്നും ഇല്ലാത്ത ആളാണ്, എങ്കിലും അത് എന്നോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള ഒരാളായിരുന്നു. ഈ കൂട്ടായ്മയിലുള്ള ആൾ എന്നോടൊരിക്കൽ പറഞ്ഞു, അദ്ദേഹവുമായി എനിക്കൊന്ന് നിരപ്പാകണമല്ലോ, ഒന്ന് മാപ്പി ചോദിച്ച് നിരപ്പാകണമല്ലോ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പോകണം, ചെന്നാൽ വീട്ടിലേക്ക് ചെല്ലണം. അല്ല, എന്നെ ഒരു ഉപദ്രവിച്ച ആളാണ്, അതൊന്നും നോക്കണ്ട, അതൊന്നും ചിന്തിക്കണ്ട, അങ്ങോട്ട് ചെന്ന് മാപ്പി ചോദിക്കുക. മാപ്പി ചോദിച്ച് കഴിഞ്ഞിട്ട് വന്നു, ഞാൻ പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടൊരു പ്രയോജനം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, കൂട്ടായ്മയിലെ ദൈവത്തിലാണ് പറഞ്ഞു, ഞാൻ പോയിട്ടൊരു പ്രയോജനം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങ് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മാപ്പി ചോദിക്കാൻ വന്നതാണ്, വേണ്ട, എന്നോട് ക്ഷമ ചോദിക്കേണ്ട, ഞാൻ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ സാരമില്ല, നമ്മുടെ പക്ഷത്ത് ചെയ്യാനുള്ളത് ചെയ്തല്ലോ, ഇനി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ പക്ഷത്ത് ചെയ്യാനുള്ളത് ചെയ്തല്ലോ, നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ആ അടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ ഈ പറഞ്ഞ ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ ഒരു അത്യാവശ്യ കാര്യം വന്നു. ഒരു കല്യാണം എന്തോ തോന്നുന്നു. ഇദ്ദേഹം ക്ഷണിച്ചൊന്നുമില്ല,
ക്ഷണിക്കാതെ തന്നെ അവിടെ ചെന്ന് ആ കാര്യങ്ങളെല്ലാം വളരെ സജീവമായി പങ്കെടുത്തു. ഇതിന് വഴക്കില്ല, സജീവമായി പങ്കെടുത്തു, എല്ലാ കാര്യങ്ങളും പങ്കെടുത്തു, എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ നിന്ന് അധ്വാനിച്ചു. അപ്പോൾ ആ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞ ആൾക്ക് മനസ്താപം ഉണ്ടായി. പിന്നെ അവർ തമ്മിൽ ഐക്യമായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആരോടും അകൽച്ച പാടില്ല. ഒരിക്കലും ഒരു കാരണവശാലും ആരോടും നീരസം പാടില്ല, ആരോടും വഴക്ക് പാടില്ല, ആരോടും പിണക്കം പാടില്ല. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവത്തോട് പറഞ്ഞ് നിങ്ങൾ നിരപ്പാകൂ. ദൈവത്തിന് സ്തോത്രം. കൺസിലിയേഷൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ ഇനി ഒരു അവസരത്തെ പിന്നീട് പറയാം. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കുക. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. ഒറ്റയ്ക്കൊരു സന്ദേശം. തലപൊക്കുക. ഇനിയും തളർന്നിരിക്കേണ്ട. തലപൊക്കുക. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കിയാൽ കുരിശുമേൽ കിടക്കുന്ന യേശുവിനെ കാണാം. കുരിശുമേൽ കിടന്ന് പിടയുന്ന യേശുവിനെ കാണാം. തലപൊക്കി നോക്കിയാൽ രക്തം ഒലിച്ച് തിരുലാവിൽ നിന്ന് ചോരയും നീരൊഴി കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് പിടയുന്ന യേശുവിനെ കാണാം. യേശുവിനെ നിങ്ങൾ കാണുക. തലപൊക്കി നോക്കുക. നിങ്ങൾക്ക് ശോഭനമായ കാലം തരും കർത്താവ്. ഭാവി മനോഹരമാക്കി തരും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഞാൻ ആശിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കരുണ അനുഭവിച്ചുകൊണ്ട് പോകുമെന്ന്, കർത്താവിൻ്റെ കൃപ അനുഭവിക്കുമെന്ന് എൻ്റെ എളിയ ആശയാണ്. എൻ്റെ എന്ന് പറയാൻ പാടില്ലല്ലോ. എൻ്റെ യേശുവിൻ്റെ ആശയാണ്, യേശുവിൻ്റെ ആഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതം ശോഭനമാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു സുന്ദരമായ ഭാവി നിങ്ങൾക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നല്ല നാളിലേക്ക് കർത്താവ് നിങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അലങ്കോലങ്ങളും മാറി സമാധാനമുള്ളവരായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തരാമെന്ന് കർത്താവ് പറയുന്നു. ക്രൂസിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സ്തോത്രം. എന്തിനാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്? എന്തിനാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന പ്രിയരെ, എൻ്റെ ഈ പാപിയായ എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ, ഈ അശുദ്ധനായി എന്നെ വിശുദ്ധനാക്കാൻ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സ്തോത്രം. ദൈവവേദനയെ നീ വിശ്വസിക്കൂ. എന്നെ വിശുദ്ധീകരിപ്പാൻ, എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കാൻ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സ്തോത്രം. എൻ്റെ വേദനകൾ മാറ്റാൻ, എൻ്റെ കഷ്ടതകൾ മാറ്റാൻ, എൻ്റെ രോഗം ശമിപ്പിക്കാൻ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എൻ്റെ കരച്ചിൽ മാറ്റാൻ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുവിനെ നിങ്ങളെടുത്ത് കാണുക. അടുത്തതായി യേശു അഴുകിലത്തോടെ നിങ്ങൾ വരുന്നു. നിങ്ങളുടെ ഏങ്ങലടികൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ വിതുമ്പലുകൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ദീർഘശ്വാസങ്ങൾ അറിയുന്നുണ്ട്. വിശ്വസിക്കൂ യേശുവിനെ. യേശു അരികത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കൈ നീട്ടി അവൻ്റെ പാദം ചുംബിക്കുക. കൈ നീട്ടി പാദത്തിൽ പിടിച്ച് ചുംബിക്കുക. കൈ നീട്ടി തൃപ്പാദം ചുംബിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ കാൽക്കൽ വീണ് ആ കാലിൽ നിങ്ങൾ പിടിക്കുക. കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാല ആയുസ്സെല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ, എല്ലാം പോയല്ലോ. കർത്താവേ, നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ. എൻ്റെ ദൈവമേ, ഇനിയുള്ള കാലം ഒരു ചുരുങ്ങിയ കാലം മാത്രം, വളരെ വളരെ ചുരുങ്ങിയൊരു കാലം മാത്രം. ഈ ഉള്ള കാലം യേശുനാഥ നിനക്ക് വേണ്ടി ചെലവഴിക്കപ്പെടാൻ ഞാനിതാ വിട്ടു തരുന്നു. യേശുവേ, നിനക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ യാഗമായി അർപ്പണം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ ഒന്ന് നീട്ടി ഈ പാവിയായ എൻ്റെ തലമേലൊന്ന് വയ്ക്കണമേ. എൻ്റെ യേശുവേ, ഇത്രയും കാലം പാവം ചെയ്ത് ശീലിച്ചവനായ എൻ്റെ തലമേൽ, ഇത്രയും കാലം പാവത്തിനടിമയായി ജീവിച്ച എൻ്റെ തലമേൽ യേശുവേ, നിൻ്റെ പരിശുദ്ധ കരങ്ങൾ ഒന്നിപ്പോൾ വയ്ക്കാൻ തിരുമനസ്സാകുമോ? കർത്താവേ, ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനിമേൽ ഞാൻ പാവം ചെയ്യുകയില്ല. യേശുവേ, ഞാനിപ്പോൾ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. എൻ്റെ യേശുവേ, ഞാൻ ഇത് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് ഞാൻ എന്നോട് വാക്ക് പറയുകയാണ്. ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രം നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഏറ്റുമല്ല. കർത്താവിന് സ്തോത്രം. വ്യക്തമായൊരു പ്രതിഷ്ഠ, വ്യക്തമായൊരു സമർപ്പണം ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൊല്ലുക. ഞാൻ പറഞ്ഞു തരാം. കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സലിയണമേ. എൻ്റെ ജീവിതത്തിൽ അനേകം പാവങ്ങൾ വന്നുപോയി എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ഓരോ പാവവും മൂലം സാത്താൻ എന്നെ ബന്ധിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. പിശാചിന്റെ ബന്ധനങ്ങളിൽ അഴിപ്പാൻ യേശുവേ, അവിടുന്ന് ക്രൂസിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ സ്വന്തം മനസ്സോടെ സാത്താനെയും സകല സൈന്യത്തെയും എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. സാത്താനെ ഉപേക്ഷിക്കുന്നു.
എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹി എൻ്റെ ആത്മാവും സമ്പൂർണ്ണ കാഴ്ചയായി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ബന്ധനം അഴിക്കണമേ, പാപങ്ങൾ കഴുകി മാറ്റണമേ, പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ മാത്രം കാര്യങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ ദൂതന്മാരോടുകൂടി അവിടെ നിന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സമർപ്പണങ്ങളെല്ലാം അവിടെ നിന്ന് ഏറ്റുവാങ്ങിയതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുവാനുള്ള കുറവ് ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഭാരങ്ങൾ അകറ്റണമേ, ആകുലങ്ങൾ നീക്കണമേ, രോഗസൗഖ്യം നൽകണമേ, ശാപദോഷങ്ങൾ നീക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.